മുട്ട പപ്സും ലൈമും ആണോ മുട്ട പപ്സും ചായയാണോ നിങ്ങളുടെ ഫേവറേറ്റ്? കാലഘട്ടം ഏതാണെങ്കിലും, അതിപ്പോൾ സ്കൂൾ കാലഘട്ടം ആയാലും കോളേജ് ആയാലും പിന്നെ ജോലിയൊക്കെ ഉണ്ടായിരുന്ന സമയമാണെങ്കിലും പപ്സ് എന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് ഐറ്റം തന്നെയാണ്. പക്ഷേ ഇവിടെ ജപ്പാനിൽ ഇവർ ഈ പപ്സ് ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ സാധനം ഇവിടെ എവിടെയും കാണാറില്ല. കൊതി സഹിക്കാൻ വയ്യായിട്ട് അവസാനം ഞാൻ തന്നെ കളത്തിലിറങ്ങി. ഇത് ഗ്യോമോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പൈ ഷീറ്റാണ്. ഒരു ഷീറ്റ് വെച്ച് നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാവേ. പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയും പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സവോള റോസ്റ്റും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു പപ്സിൻ്റെ ഷേപ്പിലാക്കി ഇപ്പോൾ പുതിയതായിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുന്ന എയർ ഫ്രയറിലേക്കും വെച്ച് ചെറുതായിട്ട് മുട്ട വെച്ച് ഒന്ന് ഡെക്കറേറ്റും ചെയ്ത് അങ്ങ് എയർ ഫ്രയറിലേക്ക് കയറ്റുക. ബാക്കിയൊക്കെ പുള്ളി നോക്കിക്കോളും. പണ്ട് കോളേജ് ഹോസ്റ്റലിലായിരുന്ന സമയത്ത് കറക്റ്റ് 10 മണിയാവാൻ വേണ്ടി കാത്തിരിക്കാറുണ്ടായിരുന്നു പപ്സ് ക്യാൻറ്റീനിൽ വരാൻ വേണ്ടിയിട്ട്. ഇപ്പം ആ പപ്സൊക്കെ നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നു. കാലം പോയൊരു പോക്കേ. പപ്സിൻ്റെ കൂടെ എനിക്ക് ലൈം ജ്യൂസാണ് ഇഷ്ടം. നിങ്ങളുടെ ഫേവറേറ്റ് കോമ്പിനേഷൻ ഒന്ന് കമൻറ്റ് ചെയ്യണേ.